നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ നോക്കുമ്പോൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചില അറിവില്ലാത്ത പാവങ്ങൾ, മുസ്ലിംസും അതേപോലെ നാസ്തികരും എന്നൊക്കെ അവകാശപ്പെടുന്ന ചില പാവങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപമാനിച്ചും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും പല പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഇടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവരിലേക്ക് എങ്ങനെയാണ് ശരിയായ പ്രവാചക ചരിത്രം നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ പാവങ്ങളാണ്. ഇവർ എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലും കിട്ടുന്ന അരികും മൂലയും ഒക്കെ വായിച്ച് ഇസ്ലാമിനെക്കുറിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാതെ പ്രവാചക ജീവിതം എന്താണെന്ന് ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ മോശമായ പ്രതികരണങ്ങൾ ഇസ്ലാമിനെതിരെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയും ഒക്കെ നടത്തുന്നത്. ഇവരിലേക്ക് ഇസ്ലാമിൻ്റെ ശരിയായ സന്ദേശം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരിയായ ജീവിത ചരിത്രം എത്തിച്ചു കൊടുക്കാനൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾ ഫേസ്ബുക്കിൽ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പേജ് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് അവർകൾ 1000 ദിവസങ്ങൾക്ക് മുമ്പ് നുബൂർ ശർമ്മ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ മുത്തുനബി തങ്ങളെക്കുറിച്ച് എന്തോ ചില മോശമായ പരാമർശങ്ങൾ നടത്തി. ഒരുപാട് ആൾക്കാർ ആ സമയത്ത് എന്ത് ചെയ്തു? പല രൂപത്തിൽ പ്രതികരിച്ചു. പല ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തി. അവിടെയാണ് നഈമി ഉസ്താദ് വ്യത്യസ്തനാകുന്നത്. ഉസ്താദ് എന്ത് തീരുമാനിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ആ തിരുജീവിതം എല്ലാവരും പഠിക്കട്ടെ എന്ന് കരുതി ഫേസ്ബുക്കിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആധികാരികമായ റെഫറൻസുകൾ നോക്കി മുത്തുനബി തങ്ങളുടെ ശരിയായ ജീവിത ചരിത്രം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഫേസ്ബുക്കിലൂടെ മഹബ്ബ ട്വീറ്റ് എന്ന പേരിൽ ട്വീറ്റുകൾ എഴുതാൻ ആരംഭിച്ചു. ഉസ്താദ് ഒരു ദിവസം എഴുതി നിർത്തിയില്ല. ഒരാഴ്ച കൊണ്ടൊന്നും ഉസ്താദ് നിർത്തിയില്ല. ഉസ്താദ് എഴുത്തിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. മുടക്കമില്ലാത്ത 1000 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഉസ്താദിൻ്റെ ആ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ നമുക്ക് കാണാം, ഒറ്റ ദിവസം പോലും ഈ ട്വീറ്റ് മുടങ്ങിയിട്ടില്ല. ഇതിങ്ങനെ എല്ലാ ദിവസവും ഉസ്താദ് ഫേസ്ബുക്കിലൂടെ ഓരോ ദിവസവും ഉസ്താദ് ഒരുപാട് റെഫറൻസുകളൊക്കെ നോക്കി ആ പ്രവാചക ജീവിതം മനുഷ്യരെല്ലാം പഠിച്ച് നേർമാർഗത്തിലേക്കും നന്മയിലേക്കും എത്തട്ടെ എന്ന ചിന്തയിൽ ഉസ്താദ് ഈ പ്രയത്നം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്കും ഇതിൻ്റെ പ്രചാരകരാകാം. മുത്തുനബി തങ്ങളെ തെറ്റായി മനസ്സിലാക്കിയവർക്ക് ശരി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പേജ് മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്താം. ഉസ്താദിൻ്റെ എഴുത്തുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. അത് നാം ഇക്കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദഅവത്ത് കൂടിയാണ്. മാത്രവുമല്ല, ഈ ട്വീറ്റുകൾ ഇന്നിപ്പോൾ 1000 ദിവസം പിന്നിടുമ്പോൾ അതിൽ ആദ്യത്തെ 400ഓളം ട്വീറ്റുകൾ പുസ്തകമായി പബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ദിവസേന ആയിരങ്ങളാണ്, 10,000ങ്ങളാണ് ഇത് വായിക്കുന്നത്. ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെക്കപ്പെടുന്ന ഈ ട്വീറ്റുകൾ അത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ദിനേന 10,000ങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇംഗ്ലീഷിലേക്കും ഉറുദുവിലേക്കും കന്നഡയിലേക്കും ഒക്കെ ഈ ട്വീറ്റുകൾ വിവർത്തനം ചെയ്യപ്പെടുകയും അവിടെയും 10,000ങ്ങൾ ഇത് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയവർക്കും മുത്തുനബി തങ്ങളുടെ ജീവിതം ശരിയായ ജീവിത ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കും നമുക്കിത് പകർന്നു കൊടുക്കാം.